ഹായ്, ഞാൻ സ്നേഹ. എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നമ്മളുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. എല്ലാവരുടെ മനസ്സിലുണ്ടാവും എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹങ്ങൾ. അപ്പോൾ ഈ ഒരു ആഗ്രഹം നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന കുറേ സൈനുകളുണ്ട്. ഒരുപാട് എണ്ണം ഉണ്ട്. ഒരു 3 എണ്ണം ഞാൻ ഇന്ന് പറയാം. ഇത് നോർമലി നമ്മളെല്ലാവരും സംഭവിക്കുന്ന, എല്ലാവർക്കും അനുഭവം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളുടെ ആഗ്രഹം നടക്കാനായിട്ട് പോകുന്നു എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് സൈനുകൾ എന്നുള്ളത് നോക്കാം. ഇതിലുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫിൽ ഓൾറെഡി ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു കാര്യം നഷ്ടമാവുക എന്നുള്ളതാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ജോബായിരിക്കാം, അല്ലെങ്കിൽ ക്യാഷ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കുള്ള ചിലപ്പോൾ അത്യാവശ്യം നിങ്ങൾ വാല്യൂ കൊടുക്കുന്ന ഒരു സംഭവമൊക്കെ ആയിരിക്കാം. അത് നിങ്ങളിൽ നിന്നും പോകുന്നു. ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും, ഇങ്ങനെ നഷ്ടമാവുന്നത് എങ്ങനെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുന്നത് എന്ന് പറയാനായിട്ട് പറ്റാം. ഇവിടെ നമുക്ക് നഷ്ടമല്ലേ സംഭവിക്കുന്നത് എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിൽ നിന്നൊരു കാര്യം പോകുന്നുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ഒരു സംഭവം നിങ്ങളിൽ നിന്ന് നഷ്ടമാവുന്നുണ്ടെങ്കിൽ, അവിടെ ആ ഒരു സ്പേസ് അവിടെ വരികയാണ് ചെയ്യുന്നത് മറ്റൊരു കാര്യത്തിന് അങ്ങോട്ട് വരാനായിട്ട്. അതായത് അവിടെ ഫില്ല് ചെയ്യണം. ശരിക്കും അങ്ങനെ ഒരു സ്പേസ് അവിടെ വന്നിട്ടുണ്ട്. അവിടെ നമുക്കിപ്പോൾ ഓൾറെഡി ഒരു സംഭവം നഷ്ടമായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലം നമുക്ക് അവിടെ ഫില്ല് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു സംഭവം അങ്ങോട്ട് കയറി വരും. അതായത് നമുക്കത് നഷ്ടമായി കഴിയുമ്പോൾ വേറൊരെണ്ണം നമ്മളിലേക്ക് വരും എന്നുള്ളതാണ്. ആ വേറൊന്ന് വരുന്നതാണ് നമുക്ക് കിട്ടാൻ പോകുന്ന വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നഷ്ടമാവുന്നത് കൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നഷ്ടമാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ നമുക്ക് വേണ്ട എന്തോ ഒന്ന്, ഒരു വലിയൊരു സംഭവം തന്നെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന, നമ്മളെ സന്തോഷമാക്കുന്ന എന്തോ ഒരു കാര്യം വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. എന്തെങ്കിലുമൊക്കെ നമ്മുടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ അത് വിഷമിക്കേണ്ട. ഇങ്ങനെ ഒരു നിങ്ങൾക്കൊരു അനുഭവമൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനൊരു കാര്യം നഷ്ടമാവുമ്പോൾ എനിക്ക് അതിനേക്കാൾ നല്ലൊരെണ്ണം കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം നഷ്ടമാവുന്നത് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അതൊരു നല്ലതിനാണ് എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹവും ഒരിക്കലും വിട്ടുകളയാതിരിക്കാം. ആ ഒരു ആഗ്രഹത്തിനോടുള്ള തീവ്രതയും കാര്യങ്ങളും എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യണം. ഇനി രണ്ടാമതൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ നമ്പേഴ്സ് കാണുക എന്നുള്ളതാണ്. നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 111, 222, 000, 333 വരാം. ഇങ്ങനെയുള്ള ഒരു 9 വരെയുള്ള നമ്പേഴ്സ് ഇങ്ങനെ നമ്മൾ റിപ്പീറ്റഡ് നമ്പേഴ്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ കാണുന്ന പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് വണ്ടികളിലൊക്കെ ഇങ്ങനെ നമ്പേഴ്സായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഫോൺ നോക്കുന്ന സമയത്ത് ഫോണിലെ ടൈം നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. ഇപ്പോൾ 111, അതായത് 11 എന്നുള്ളതിലൊക്കെ വരുന്ന സമയത്ത് 111 നമ്മളതിൽ കാണുന്നുണ്ട്. അല്ലെങ്കിൽ 11:10 ആണെന്നുണ്ടെങ്കിലും കാണുന്നുണ്ട്. അങ്ങനെ 111 കാണുക. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്പേഴ്സ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു സൈനാണ്, ശരിക്കും നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത്. ഈ ഓരോ നമ്പേഴ്സിനും ഓരോ അർത്ഥങ്ങളുണ്ട് കേട്ടോ. 000 ആണെങ്കിലും 111 എല്ലാത്തിനും ഓരോ അർത്ഥങ്ങളുണ്ട്. പക്ഷേ എല്ലാത്തിൻ്റെയും കാര്യം പറയുമ്പോൾ നോർമലി നമ്മളിങ്ങനെ നമ്പേഴ്സ് കാണുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാൻ പോകുമ്പോൾ നമ്മളിലേക്ക് ഒരു നല്ലൊരു കാര്യം വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൈനായിട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാ നമ്പേഴ്സിൻ്റെയും അർത്ഥങ്ങൾ പറഞ്ഞു തരാനുള്ള സമയം എനിക്കില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് നല്ലതിനാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതേപോലെ തന്നെ ഉണ്ട്, ശരിക്കും നമ്മളെ ബട്ടർഫ്ലൈസിനൊക്കെ കാണുന്നുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് കുറേ ബട്ടർഫ്ലൈസിനെ കാണുകയാണെങ്കിൽ അത് ഒരു നല്ല സൈനാണ്. അതിലും ഓരോ ബട്ടർഫ്ലൈ, ഓരോ കളറായിട്ടുള്ള അതിനും വെവ്വേറെ അർത്ഥങ്ങളുണ്ട്. എങ്കിലും അങ്ങനെ ബട്ടർഫ്ലൈസ് കാണുന്നത് നല്ലതാണ്. ഇങ്ങനെ നമ്മൾ മയിലുകളെ കാണാറുണ്ട്, അതിങ്ങനെ പീലി വിടർത്തി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് നല്ലതാണ്. അങ്ങനെ കുറേ സൈനുകളുണ്ട്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്പേഴ്സ് കാണുന്നു എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത്, നമ്മുടെ ഒരു ആഗ്രഹം, നമ്മുടെ ഒരു ലക്ഷ്യം നമ്മൾ നേടാൻ പോകുന്ന സമയത്ത് വളരെ ഹ്യൂജ് ആയിട്ടുള്ള കുറേ തിരിച്ചടികൾ നമ്മളിലേക്ക് വരികയാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ ചാലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും, ഈശ്വര ഇത് ഇവിടെ നിർത്തി പോയാലോ എന്നുള്ളത്. അതായത് ഇതിങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴത്തേക്കും. പക്ഷേ ഇതെന്താണ് ശരിയാവാത്തത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള വലിയ വലിയ ചാലഞ്ചസ് നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ നമ്മൾക്കുള്ളൊരു പരീക്ഷണമാണ്. നമ്മൾ യൂണിവേഴ്സ് അവിടെ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നിന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ഒരു പരീക്ഷണമാണ്. നമ്മൾ അവിടെ ചെയ്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ആയി. അതായത് പിന്നെ നമുക്ക് അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവില്ല. അതല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിലേക്ക് പോകാനായിട്ട് വീണ്ടും നമുക്ക് തടസ്സങ്ങൾ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിലുള്ള ചലഞ്ചസ് നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ടത്, ഈ ഒരു ആഗ്രഹം എനിക്കുള്ളതല്ല എന്നുള്ളതല്ല, നേരെ മറിച്ച് ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ പ്രൂവ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നല്ല, നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും ഇതിലുള്ള ഓരോ കാര്യങ്ങളും കാണുന്ന സമയത്ത്, അതായത് നമ്മുടെ ഇന്നൊരു കാര്യം നഷ്ടമാവുന്നു, എന്നൊരു കാര്യം സംഭവിക്കുമ്പോഴും, അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾക്ക് ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരുന്നു, ഈ ഒരു സിറ്റുവേഷനിലൊക്കെ നമ്മൾ ശരിക്കും ഡൗൺ ആയി പോവുക ചെയ്യുക. അയ്യോ ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, ഇതിനിപ്പോൾ എനിക്കുള്ളൊരു കാര്യമാവില്ലേ, ഞാൻ ആഗ്രഹിച്ചത് വെറുതെ ആവൂ, ഇങ്ങനെയൊക്കെ വിചാരിച്ച് പിന്തിരിഞ്ഞ് പോകാനുള്ള സാധ്യതയാണ് നമ്മൾക്ക് കൂടുതലുള്ളത്. പക്ഷെ അങ്ങനെയൊന്നല്ല, ഇതിലൊക്കെ ഒരു നല്ല വശങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്, നല്ലതിനാണ് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്